ഹായ് ഫ്രണ്ട്സ്, PSC ലേണിംഗ് ലാബിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുവാൻ വേണ്ടി പോകുന്നത് 2024 ഏപ്രിൽ മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ്. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആരോഗ്യ ചികിത്സാ സഹായ പദ്ധതിയുടെ പേരെന്താണ്? കാസ്പ്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആരോഗ്യ ചികിത്സാ പദ്ധതിയുടെ പേരാണ് കാസ്പ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ കൊട്ടാരക്കരയാണ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ കൊട്ടാരക്കര. ഏറ്റവും മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള കഴിഞ്ഞ വർഷത്തെ ഹോക്കി ഇന്ത്യ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? PR ശ്രീജേഷ്. ഏറ്റവും മികച്ച പുരുഷ താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ചത് ഹർദിക് സിംഗ് ആണ്. ഏറ്റവും മികച്ച പുരുഷ താരം ഹർദിക് സിംഗ്. ഏറ്റവും മികച്ച ഗോൾ കീപ്പർ PR ശ്രീജേഷ്. ഏറ്റവും മികച്ച വനിതാ താരത്തിലുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം നേടിയതാരാണ്? സലീമ ടട്ടെ. പേര് മറന്നു പോകരുത്, സലീമ ടട്ടെ. ഏറ്റവും മികച്ച വനിതാ താരത്തിലുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം നേടിയത്. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ തന്നെ ആദ്യത്തെ ജില്ല ഏതാണ്? കണ്ണൂർ. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കി മാറ്റിയ രാജ്യത്തെ തന്നെ ആദ്യ ജില്ലയാണ് കണ്ണൂർ. ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കയിലെ ഒരു സംസ്ഥാനമുണ്ട്. ആ സംസ്ഥാനമാണ് അരിസോണ. ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനമേതാണ്? അരിസോണ. 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയാകുന്ന സ്ഥലം എവിടെയാണ്? വർക്കലയാണ്. 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയാകുന്ന സ്ഥലം വർക്കല. നിലവിൽ UPSCയുടെ ഡയറക്ടർ ആരാണ്? ഹൻഷ മിശ്രയാണ്. UPSC ഡയറക്ടർ ഹൻഷ മിശ്ര. ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ അവാർഡിന് അർഹയായ മലയാളി ആര്? ഡോക്ടർ വൃന്ദ വർമ്മ. എന്താണ്? ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ അവാർഡിന് അർഹയായ മലയാളി ഡോക്ടർ വൃന്ദ വർമ്മയാണ്. ഡോക്ടർ വൃന്ദ വർമ്മ ട്രാൻസ്ലേറ്റ് ചെയ്ത കൃതി അലിംഗം എന്ന നോവലാണ്. അത് S. ഗിരീഷ് കുമാർ രചിച്ച ഒരു നോവലാണ്. അപ്പം അവാർഡ് നേടിയ വ്യക്തി, പെൻ അമേരിക്ക അവാർഡ് നൽകിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ വൃന്ദ വർമ്മ എന്ന് ഓർത്തിരിക്കുക. പാകിസ്ഥാൻ ഏകദിന 2020 ക്യാപ്റ്റനായി നിയമിതനായത് ആര്? ബാബർ അസമാണ് പാകിസ്ഥാന്റെ ഏകദിന 2020 ടീമുകളുടെ ക്യാപ്റ്റൻ. ഇന്ത്യയിലെ ആദ്യ AI അടിസ്ഥാനമാക്കിയുള്ള ചിത്രം ഏതാണ്? ഇറ എന്നാണ്. ഐറ എന്ന് വായിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് ഏത്? ഐറ. 2024 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച P. രവിയച്ചൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റാണ്. കേരള ക്രിക്കറ്റ് ടീമിൻ്റെ മുൻ ക്യാപ്റ്റനായിരുന്നു P. രവിയച്ചൻ. 2024 ഏപ്രിലിൽ ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി ആരാണ്? ഷൈനി വിൽസനാണ് ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി. നമുക്കറിയാം, ഒളിമ്പിക്സിൻ്റെ സെമി ഫൈനലിൽ കടന്ന ആദ്യ മലയാളി എന്നറിയപ്പെടുന്നത് ആരാണ്? ഷൈനി വിൽസനാണ്. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാണ്? ദേവിക. പേര് മറന്നു പോകരുത്, ദേവിക. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക. കേരളത്തിലെ ആദ്യ ഡെസ്റ്റിനേഷൻ റെസ്റ്റോറൻറ്റ് എവിടെയാണ്? കൊല്ലത്താണ്. ഓൾ സ്പേസ് കൊല്ലം. കേരളത്തിലെ ആദ്യ ഡെസ്റ്റിനേഷൻ റെസ്റ്റോറൻ്റാണ് ഓൾ സ്പേസ് കൊല്ലം. ATP പുരുഷ ടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് ആര്? നൊവാക് ജോക്കോവിച്ച്. സെർബിയയുടെ
നൊവാക് ജോക്കോവിച്ചാണ് ATP പുരുഷ ടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ്. അദ്ദേഹം 24 സിംഗിൾ ഗ്രാൻഡ് സ്ലാം നേടിയ ആളാണ്. ഓക്കെ, നൊവാക് ജോക്കോവിച്ച്. 2024 ഏപ്രിൽ മാസത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം ചില രാഷ്ട്രീയ ഇടപെടലുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജിവെച്ച മലയാളി സാഹിത്യകാരനാണ് C. രാധാകൃഷ്ണൻ. ഓക്കെ, രാഷ്ട്രീയ ഇടപെടലുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം രാജിവെച്ച മലയാളി സാഹിത്യകാരൻ ആര്? ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. C. രാധാകൃഷ്ണൻ. C. രാധാകൃഷ്ണന്റെ പ്രധാന കൃതികൾ ഒന്ന് ഓർത്തിരിക്കാം. തീക്കടൽ കടഞ്ഞ് തിരുമധുരം, പുഴ മുതൽ പുഴ വരെ, മുൻപേ പറക്കുന്ന പക്ഷികൾ, സ്പന്ദമാപിനികളെ നന്ദി. ഒരിക്കൽ കൂടി, തീക്കടൽ കടഞ്ഞ് തിരുമധുരം നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും അല്ലേ? ദെൻ പുഴ മുതൽ പുഴ വരെ, മുൻപേ പറക്കുന്ന പക്ഷികൾ, സ്പന്ദമാപിനികളെ നന്ദി. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായതാര്? KR മീരയാണ്. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം നേടിയതാരാണ്? KR മീര. അർബുദ ചികിത്സയ്ക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പിയുടെ പേരെന്താണ്? നെക്സ്കാർ 19. പഠിച്ചു പോകുക. അർബുദ ചികിത്സയ്ക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ജീൻ തെറാപ്പിയാണ് നെക്സ്കാർ 19. ഒരു വോട്ടിംഗ് യന്ത്രത്തിൽ പരമാവധി ഉൾപ്പെടുത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം എത്രയാണ്? 383 കേട്ടോ. ഒരു വോട്ടിംഗ് യന്ത്രത്തിൽ പരമാവധി ഉൾപ്പെടുത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം 383. അയർലൻഡിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണ് സൈമൺ ഹാരിസ്. നോക്കൂ, അയർലൻഡ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നു ആര്? സൈമൺ ഹാരിസ്. എന്നാൽ പോർട്ടുഗലിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരെന്ന് കൂടി ഒന്ന് ഓർത്തു വെക്കുക. ലൂയിസ് മൊണ്ടിനെഗ്രോ. പോർട്ടുഗലിന്റെ പ്രധാനമന്ത്രി ആരാണ്? ലൂയിസ് മൊണ്ടിനെഗ്രോ. സ്ലൊവാക്യയുടെ പുതിയ പ്രസിഡന്റാണ് പീറ്റർ പെല്ലഗ്രിനി. സ്ലൊവാക്യയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? പീറ്റർ പെല്ലഗ്രിനി. അപ്പോൾ പഠിച്ച രണ്ട് പ്രധാനമന്ത്രിമാരെ നമ്മളിപ്പോൾ പറഞ്ഞു. അയർലൻഡിന്റെ പ്രധാനമന്ത്രി ആരാണ്? സൈമൺ ഹാരിസ്. പോർട്ടുഗലിന്റെ പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനെഗ്രോ. സ്ലൊവാക്യയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? പീറ്റർ പെല്ലഗ്രിനി. കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി നിയമിതയായത് ജുഡിത്ത് സുമൻവയാണ്. കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി നിയമിതയായത് ആര്? ജുഡിത്ത് സുമൻവ. 900 വർഷം പഴക്കമുള്ള ചാണക്യ ലിഖിതം കണ്ടെത്തിയ തെലങ്കാനയിലെ പ്രദേശത്തിൻ്റെ പേരെന്താണ്? ഗംഗാപുരം. മറന്നുപോകരുത്. 900 വർഷം പഴക്കമുള്ള ചാണക്യ ലിഖിതം കണ്ടെത്തിയ തെലങ്കാനയിലെ പ്രദേശമാണ് ഗംഗാപുരം. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം ശ്രീലങ്കയാണ്. ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് 2024 വേദി ശ്രീലങ്ക. കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും അധികമുള്ള സംരക്ഷിത മേഖല എന്നറിയപ്പെടുന്നത് ശെന്തുരുണിയാണ്. ശെന്തുരുണിയിലാണ് ഏറ്റവും അധികം വൈവിധ്യമാർന്ന തുമ്പികളുള്ളത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. റബ്ബർ ബോർഡിൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എംറൂബ് എന്നറിയപ്പെടുന്നു. റബ്ബർ ബോർഡിൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്? എംറൂബ്. ലോകസഭാ തെരഞ്ഞെടുപ്പ് നടപടികളുടെ ഏകോപനത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് എൻകോർ. ലോകസഭാ തെരഞ്ഞെടുപ്പ് നടപടികളുടെ ഏകോപനത്തിനായി തയ്യാറാക്കിയ സോഫ്റ്റ്വെയറാണ് എൻകോർ. 2024 ഏപ്രിൽ മാസത്തിൽ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം നേടിയ കേരളത്തിലെ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖം. 2024 ഏപ്രിൽ മാസത്തിൽ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം നേടിയ കേരളത്തിലെ തുറമുഖമാണ് വിഴിഞ്ഞം.
2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നതായിരുന്നു. 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം മൈ ഹെൽത്ത് മൈ റൈറ്റ്. എന്നാൽ 2023 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ഹെൽത്ത് ഫോർ ഓൾ എന്നായിരുന്നു. 2023 എല്ലാവർക്കും ആരോഗ്യം, ഹെൽത്ത് ഫോർ ഓൾ. 2024 മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നായിരുന്നു. അടുത്ത ചോദ്യം, കേരളത്തിൽ ആഡംബര നികുതിക്ക് നൽകിയിരിക്കുന്ന പുതിയ പേരെന്താണ്? നമുക്കറിയാം, ആഡംബര നികുതി, ലക്ഷറി ടാക്സ് വില്ലേജ് ഓഫീസിൽ ചെന്നാണ് അടയ്ക്കാറുള്ളത് അല്ലേ? അപ്പോൾ ഈ ആഡംബര നികുതി എന്ന പേര് ഇപ്പോൾ തൽക്കാലം ഒന്ന് മാറ്റിയിട്ട് ഇപ്പം നമ്മൾ അടയ്ക്കുന്നത് എന്താ? അടയ്ക്കേണ്ടി വരുന്നവർ അടയ്ക്കുക അധിക നികുതി എന്നാണ്. ആഡംബരമൊന്നുമില്ല. ഇത്ര സ്ക്വയർ ഫീറ്റിന് മേലേക്ക് വരുമ്പോൾ 3000 സ്ക്വയർ ഫീറ്റുള്ള വീടാണെങ്കിൽ അതിന് എന്തുണ്ടാവും? അധിക നികുതി നമ്മൾ അടയ്ക്കേണ്ടി വരും. നോക്കൂ, പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്ന കെ നീലകണ്ഠനെക്കുറിച്ച് സുരേഷ് ഇളമൺ എഴുതിയ കൃതിയുടെ പേരാണ് പക്ഷികളും ഒരു മനുഷ്യൻ. എന്താണ്? പക്ഷികളും ഒരു മനുഷ്യനും എന്ന കൃതിയുടെ കർത്താവ് ചോദിച്ചാൽ ആരെഴുതണം? സുരേഷ് ഇളമൺ. കെ നീലകണ്ഠൻ്റെ ജീവചരിത്രമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ തരിശായി കിടക്കുന്ന ഭൂമിയിൽ റബ്ബറും തേക്കും നടുന്നതിനുള്ള പദ്ധതി ഏതാണ്? ദേവഹരിതം. അപ്പം ദേവസ്വം ബോർഡിൻ്റെയൊക്കെ കീഴിൽ തരിശ് ഭൂമി കിടപ്പുണ്ടെങ്കിൽ അവിടെയൊക്കെ റബ്ബറും തേക്കും ഒക്കെ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ദേവഹരിതം. സമ്മർ ഒളിമ്പിക്സ് ജൂറി ആയി തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആരാണ്? 2024 സമ്മർ ഒളിമ്പിക്സ് ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിതയാണ് ബിൽക്കീസ് മീർ. 2024 ഏപ്രിൽ മാസത്തിൽ തിരിച്ചെത്തിയ റഷ്യയുടെ ബഹിരാകാശ പേടകമാണ് സോയൂസ് MS-24. IPL ക്രിക്കറ്റിൽ 100 വീതം വിക്കറ്റും ക്യാച്ചും അതുപോലെ തന്നെ 1000 റൺസും നേടിയ ഏക താരം ആരാണ്? രവീന്ദ്ര ജഡേജ. BBC-യുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളുടെ ചുമതല നിർവഹിക്കുന്ന സ്വകാര്യ കമ്പനി ഏതാണ്? കളക്റ്റീവ് ന്യൂസ് റൂം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, BBC ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നതോടുകൂടി അവർ കളക്റ്റീവ് ന്യൂസ് റൂം എന്ന സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കമ്പനിയുടെ പേരാണ് കളക്റ്റീവ് ന്യൂസ് റൂം എന്ന് ഓർത്തിരിക്കുക. 2024 ഏപ്രിൽ മാസത്തിൽ നടന്ന മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ സംയുക്ത നാവിക അഭ്യാസത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ദോസ്തി 16. 2024 ഏപ്രിൽ മാസത്തിൽ നടന്ന മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ സംയുക്ത നാവിക അഭ്യാസമായിരുന്നു എന്ത്? ദോസ്തി 16. 2024 ഏപ്രിൽ മാസത്തിൽ അണക്കെട്ട് തകർന്ന് പ്രളയമുണ്ടായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഒറൈൻബർഗ് എന്നൊരു നഗരം, അത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. തെരഞ്ഞെടുപ്പ് ജോലിക്കുള്ള ഉദ്യോഗസ്ഥരെ നിശ്ചയിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പോർട്ടലിൻ്റെ പേരെന്താണ്? ഓർഡർ. ഓക്കെ, അപ്പോൾ ഉദ്യോഗസ്ഥർക്ക് ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുത്തിരുന്നു. വെബ്സൈറ്റിൻ്റെ പേരെന്താണ്? ഓർഡർ എന്നാണ്. ദെൻ 2024 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കാർഗോ ഹാൻഡ്ലിംഗ് തുറമുഖമായി തിരഞ്ഞെടുത്തത് ഒഡീഷയിലെ പാരദ്വീപാണ്. പാരദ്വീപ്. പോലീസുകാർക്കിടയിൽ ജോലി അല്ലെങ്കിൽ വ്യക്തി സംബന്ധമായി ഉണ്ടാകുന്ന മാനസിക സംഘർഷം പരിഹരിക്കുന്നതിനുള്ള കൗൺസിലിംഗ് പദ്ധതിയുടെ പേരാണ് ഹാറ്റ്സ് അല്ലേ? നോക്കിയേ, ഈ തൊപ്പി വെച്ച് കിടക്കുന്ന പോലീസുകാർക്കും ഒരുപാട് മാനസിക ജോലി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ തൊപ്പിയൊക്കെ മാറ്റി വെച്ചിട്ട് അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയുടെ പേരാണ് ഹാറ്റ്സ് അല്ലേ? ഓക്കെ, ഹാറ്റ്സ്. 2024 ഏപ്രിൽ 8 അന്തരിച്ച ദൈവകണം അല്ലെങ്കിൽ ഹിഗ്സ് ബോസോൺ എന്ന അടിസ്ഥാന കണികയുടെ അസ്തിത്വം പ്രവചിച്ച ഭൗതിക ശാസ്ത്രജ്ഞൻ. ഓക്കെ, ദൈവകണം അല്ലെങ്കിൽ ഹിഗ്സ് ബോസോൺ എന്ന അടിസ്ഥാന കണികയുടെ അസ്തിത്വം പ്രവചിച്ച ഭൗതിക ശാസ്ത്രജ്ഞൻ 2024 മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിൻ്റെ പേര് പീറ്റർ ഹിഗ്സ് എന്നാണ്. പീറ്റർ ഹിഗ്സ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടറായി ചുമതലയേറ്റ വനിതയാണ്
ഷെയ്ഫാലി ബി ശരൺ. അടുത്തത് ചോദിക്കാൻ വളരെ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെ? മണ്ഡപം. തമിഴ്നാട്ടിലെ രാമേശ്വരത്തിനടുത്തുള്ള മണ്ഡപം എന്ന സ്ഥലത്താണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാട്ടിക് സെന്റർ ഉദ്ഘാടനം ചെയ്തത്. നുഗ് വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണ്. അതുപോലെ തന്നെ കമ്പള എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തെ കാർഷിക ഉത്സവമാണ്? കർണാടകയിൽ തന്നെയാണ്. 2024 ഏപ്രിലിൽ അന്തരിച്ച കലാമണ്ഡലം കേശവദേവ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. കഥകളി. 2024 ഏപ്രിലിൽ അന്തരിച്ച കലാമണ്ഡലം കേശവദേവ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. റിസർവ് ബാങ്കിൻ്റെ നവതി സ്മാരകവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ നാണയം എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്? 90 രൂപയുടെ നാണയമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായി പുറത്തിറക്കിയ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സോഫ്റ്റ്വെയറാണ് എൻകോർ. അടുത്തിടെ വിവാദമായ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ദ്വീപ് നമ്മൾ അറിഞ്ഞിരുന്നു, കച്ചത്തീവ് അല്ലേ? കച്ചത്തീവ് അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാക് കടലിടുക്കിൽ സ്ഥിതി ചെയ്യുന്നു. 2024 ഏപ്രിലിൽ കഞ്ചാവിൻ്റെ ഉപയോഗം നിയമവിധേയമാക്കിയ യൂറോപ്യൻ രാജ്യം ഏതാണ്? ജർമ്മനി. കഞ്ചാവിൻ്റെ ഉപയോഗമൊക്കെ നിയമവിധേയമാക്കി മാറ്റിയ യൂറോപ്യൻ രാജ്യമാണെന്ത്? ജർമ്മനി. 75 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ ജനിച്ച ചീറ്റക്കുഞ്ഞിന് നൽകിയ പേരാണ് മുഖി എന്നാണ് പേര്. മുഖി. 2024 ഏപ്രിലിൽ ഏത് രാജ്യത്താണ് മനുഷ്യരിൽ H5N1 പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്? അമേരിക്കയിലാണ്, USA കേട്ടോ. USA H5N1 പക്ഷിപ്പനി മനുഷ്യരിൽ സ്ഥിരീകരിച്ചത്. ചരിത്രത്തിലാദ്യമായി ഫോബ്സിൻ്റെ ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ഇടം നേടിയ മലയാളി വനിതയാരാണ്? സാറാ ജോർജ്. ആരാണ്? സാറാ ജോർജ് ആണ് അതിസമ്പന്നരുടെ ഫോബ്സിൻ്റെ ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ഇടം നേടിയ മലയാളി വനിത. അതിൽ അതിസമ്പന്നരിൽ 1-ാം സ്ഥാനത്തെത്തിയ മലയാളി യൂസുഫ് അലിയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ MRI സ്കാൻ എന്ന് പറയുന്ന ഇസ്യൂൾട്ട്. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ MRI സ്കാനറാണ് ഇസ്യൂൾട്ട്. ഫിഫ പുരുഷ ഫുട്ബോൾ റാങ്കിങ്ങിൽ നിലവിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 121. അണ്ടർ 17 100 മീറ്ററിൽ ഉസൈൻ ബോൾട്ടിൻ്റെ 22 വർഷം പഴക്കമുള്ള റെക്കോർഡ് മറികടന്നു ഒരു ചെറിയ പയ്യൻ, നിക്കോയ് ബ്രാംവെൽ അല്ലേ? അണ്ടർ 17 ആണ്. അതിൽ ഉസൈൻ ബോൾട്ടിൻ്റെ റെക്കോർഡ് ഉണ്ടായിരുന്നു. അത് 22 വർഷം പഴക്കമുള്ള റെക്കോർഡ് മറികടന്ന നിക്കോയ് ബ്രാംവെൽ ഏത് രാജ്യക്കാരൻ തന്നെയാണ്? ജമൈക്കക്കാരൻ തന്നെയാണ്. 2028 ലൂക്സ് ഫ്ലൂർസ് എന്ന ഫുട്ബോൾ താരം കൊല്ലപ്പെടുകയുണ്ടായി. അദ്ദേഹം ഏത് രാജ്യത്തിലെ കളിക്കാരനായിരുന്നു? ദക്ഷിണാഫ്രിക്ക. 2024 ഏപ്രിലിൽ കൊല്ലപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ ഫുട്ബോൾ താരം എന്ന് ചോദിച്ചാൽ എന്തെഴുതണം? ലൂക്ക് ഫ്ലൂർസ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാനമേറ്റെടുക്കാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ ആവില്ലെന്ന് നിലപാടെടുത്ത മുൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് M മണികുമാർ. അങ്ങനെ ജസ്റ്റിസ് M മണികുമാർ ആ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ മടി കാണിച്ചതോടുകൂടി ആക്ടിംഗ് ചെയർമാൻ സ്ഥാനത്തേക്ക് വന്ന വ്യക്തി ആരാണ്? K ബൈജുനാഥ്. 2024 ആദ്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത് എന്ന്? 2024 ഏപ്രിൽ 8. 2024 ഫോർമുല 1 കാറോട്ട മത്സരത്തിലെ വിജയി ആരാണ്? മാക്സ് വെസ്റ്റപ്പൻ. ആരാണ്? മാക്സ് വെസ്റ്റപ്പനാണ് ഫോർമുല 1 കാറോട്ട മത്സരത്തിലെ വിജയി. കാഴ്ച മുതൽ ആടുജീവിതം വരെയുള്ള ചലച്ചിത്ര അനുഭവങ്ങൾ ഉൾപ്പെടുത്തി ബ്ലസ്സി രചിച്ച പുസ്തകമാണ്
കാഴ്ചയുടെ തെന്മാത്രകൾ. പുസ്തകത്തിൻ്റെ പേരെന്താണ്? കാഴ്ചയുടെ തെന്മാത്രകൾ. കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ ഈ അടുത്ത് കണ്ടെത്തുകയുണ്ടായി. എവിടെയാണ്? പട്ടാബേട്ട, ഗുജറാത്തിലെ പട്ടാബേട്ട എന്ന സ്ഥലത്ത് നിന്നാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയത്. 2000 വർഷം പഴക്കമുള്ള ചേര നാണയം കണ്ടെത്തിയ രാജ്യം ഏതാണ്? ഈജിപ്റ്റ്. 2000 വർഷം പഴക്കമുള്ള ചേര നാണയം കണ്ടെത്തിയ രാജ്യം ഈജിപ്റ്റ്. റഷ്യൻ തടവറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട പ്രതിപക്ഷ നേതാവ് അലക്സി നൽവാനിയയുടെ ഓർമ്മക്കുറിപ്പുകളാണ് ഡാഷ്. പഠിച്ചു വെച്ചേക്കുക. പാട്രിയറ്റ് ഒരു ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. റഷ്യൻ തടവറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട പ്രതിപക്ഷ നേതാവ് അലക്സി നൽവാനിയയുടെ ഓർമ്മക്കുറിപ്പുകളാണ് പാട്രിയറ്റ്. കാൻ ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പാംഡിയോർ പുരസ്കാരത്തിനായി മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. വളരെ വർഷങ്ങൾക്ക് ശേഷം കാൻ ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പാംഡിയോർ പുരസ്കാരത്തിനായി മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. 2024 ഏപ്രിലിൽ ഡിജി യാത്ര സംവിധാനം നിലവിൽ വന്ന കേരളത്തിലെ വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളമാണ്. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദ സഞ്ചാരി ആരാണ്? ഗോപി ചന്ദ് തോട്ടക്കുറെ. ഇന്ത്യയിലെ ആദ്യ ബഹിരാകാശ വിനോദ സഞ്ചാരി ആരാണ്? ഗോപി ചന്ദ് തോട്ടക്കുറെ. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് നാസ വിക്ഷേപിക്കുന്ന പേടകം ക്ലിപ്പർ. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് ക്ലിപ്പർ. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് പിന്മാറിയ ബോക്സിംഗ് താരം മേരി കോമാണ്. 2024 ഏപ്രിൽ അന്തരിച്ച മുരാരി ലാൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരുന്നു? സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകനാണ്. പഠിച്ചു വെച്ചേക്കുക. മുരാരി ലാൽ. ഉപഭോക്താക്കളിൽ നിന്ന് ബില്ലുകൾ സ്വീകരിച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനായി GST വകുപ്പ് പുറത്തിറക്കിയ ആപ്പിൻ്റെ പേരാണ് ലക്കി ബില്ല്. എന്താണ്? ലക്കി ബിൽ. മിന്നുമണിക്ക് ശേഷം ഇന്ത്യൻ വനിതാ ടീമിൽ ഇടം നേടിയ താരങ്ങളാണ് സജിന സജീവൻ, ആശ ശോഭന. ഇസ്രായേലിനെതിരിൽ ഇറാൻ നടത്തിയ സൈനിക നടപടിയുടെ പേര് മറന്നുപോകരുത്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. ഇസ്രായേലിനെതിരിൽ ഇറാൻ നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ടീം സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. 287 റൺസ്. 2024 അണ്ടർ 23 ലോകകപ്പ് ഫുട്ബോളിൻ്റെ വേദി അപ്പോൾ ഖത്തറാണ്. 2024 അണ്ടർ 23 ലോകകപ്പ് ഫുട്ബോൾ വേദി എവിടെയാണ്? ഖത്തർ. ലക്ഷദ്വീപിൽ ശാഖ ആരംഭിക്കുന്ന ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? HDFC ആണ് ലക്ഷദ്വീപിൽ ശാഖ ആരംഭിക്കുന്ന ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. ഇന്ത്യയുടെ പുതിയ നാവിക സേനാ മേധാവിയായി നിയമിതനായതാര്? വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. പേര് പഠിച്ചു വെച്ചേക്കുക. ദിനേശ് കുമാർ ത്രിപാഠിയാണ് ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവി. സിഗ് എന്ന ഗോൾഡ് ബാക്ക്ഡ് കറൻസി പുറത്തിറക്കിയ രാജ്യം സിംബാബ്വെ. സിഗ് എന്ന ഗോൾഡ് ബാക്ക്ഡ് കറൻസി പുറത്തിറക്കിയ രാജ്യം സിംബാബ്വെ. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ച രാജ്യം റൊമാനിയയാണ്. റൊമാനിയ. 2024 സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സൈബർ ക്രൈം നടക്കുന്ന രാജ്യം ഏത്? റഷ്യ. ഇന്ത്യയുടെ സ്ഥാനം എത്ര? 10ാം സ്ഥാനത്ത് ഇന്ത്യയുമുണ്ട്. 2024 ഏപ്രിലിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി വിസ ആരംഭിച്ച രാജ്യം ഏതാണ്? ജപ്പാൻ. ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി വിസ ആരംഭിച്ച രാജ്യമാണ് ജപ്പാൻ. വിമാനങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞുള്ള
കടലാസ് രഹിത പരിശോധനാ സംവിധാനത്തിൻ്റെ പേരാണ് ഡിജി യാത്ര. അത് കേരളത്തിൽ ആദ്യമായി ഇംപ്ലിമെൻ്റ് ചെയ്തത് തിരുവനന്തപുരം എയർപോർട്ടിലാണ്. 2024 കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന ഉത്തരവിട്ട ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണം. അടുത്തിടെ അന്തരിച്ച ഡെറിക് അണ്ടർവുഡ് ഏത് രാജ്യത്തിൻ്റെ ഇതിഹാസ സ്പിൻ ബൗളറായിരുന്നു? ഇംഗ്ലണ്ട്. കേരളത്തിലേക്ക് ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ബസ് ഏതായിരുന്നു? ഉദയ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണല്ലേ. കോയമ്പത്തൂർ ടു പാലക്കാട് ഉദയ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. സിംഗപ്പൂരിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നതാര്? ലോറൻസ് വോങ് ആണ്. സിംഗപ്പൂരിൻ്റെ പുതിയ പ്രധാനമന്ത്രി ലോറൻസ് വോങ്. 2024 ഏപ്രിലിൽ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം. അപ്പോൾ റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യയാണ്. 2024 സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുത്ത വിമാനത്താവളം ഏത്? ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം, ഖത്തർ. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSGയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തി ആരാണ്? നളിൻ പ്രഭാത് ആണ്. NSGയുടെ ഡയറക്ടർ ജനറലാണ് നളിൻ പ്രഭാത്. 2024 വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡിന് അർഹനായതാര്? മുഹമ്മദ് സലേമാണ്. ഗസയിലെ യുദ്ധരംഗത്ത് 5 വയസ്സായ കുഞ്ഞിനെടുത്തുകൊണ്ട് തന്നെ മരണപ്പെട്ട കുഞ്ഞിൻ്റെ ബോഡിയുമായിട്ട് കരയുന്ന ഒരു മാതാവിൻ്റെ ചിത്രം എടുത്തതിനാണ് അവാർഡ് കിട്ടിയത്. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി അബുദാബിയാണ്. വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി അബുദാബിയാണ്. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ പാഠ്യപദ്ധതിയാണ് ആധാരശില. 3 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയുള്ളവർക്ക് എന്തുണ്ടായിരിക്കണം? അടിസ്ഥാനം ഉണ്ടായിരിക്കണം. ആധാരശില എന്നോർത്തിരിക്കുക. വാഹനാപകടത്തിൽ പരിക്കേൽക്കുന്നവർക്ക് മദ്യത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു എന്ന ഒറ്റ കാരണത്താൽ നഷ്ടപരിഹാരം നിഷേധിക്കാനാവില്ല എന്ന് പ്രഖ്യാപിച്ച കോടതിയാണെന്ത്? ചെന്നൈ ഹൈക്കോടതി. വളരെ വിപ്ലവകരമായ ഒരു നിലപാടാണ് ചെന്നൈ ഹൈക്കോടതി. പരിക്കേൽക്കുന്നവർക്ക് മദ്യത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇൻഷുറൻസ് പരിരക്ഷയിൽ നിന്നൊന്നും ഒഴിവാക്കാൻ പാടില്ല എന്ന നിലപാടെടുത്തു. സ്വീഡിഷ് ഗവേഷകർ ആറ്റത്തിൻ്റെ കനത്തിൽ, നമുക്കറിയാം ഒരു ആറ്റത്തിൻ്റെ കനം, അതേ കനത്തിൽ സ്വർണത്തിൻ്റെ പാളി നിർമ്മിക്കുകയുണ്ടായി. ആ സ്വർണ്ണപ്പാളിയുടെ പേരാണ് ഗോൾഡൻ എന്നാണ് ആറ്റത്തിൻ്റെ കനത്തിൽ നിർമ്മിച്ച സ്വർണ്ണപ്പാളിയുടെ പേര്. 2024 കാൻഡിഡേറ്റീവ് ചെസ് ടൂർണമെൻറ്റ് ജേതാവാരാണ്? ഡി ഗുഗേഷ് ആണ്. ഇനി വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യനെ നേരിടേണ്ട ആരാണ്? ഡി ഗുഗേഷ് ആണ് 2024 കാൻഡിഡേറ്റ് ചെസ് ടൂർണമെൻറ്റ് ജേതാവ്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ നൽകാവുന്ന മരുന്നുകളുടെ നിയന്ത്രണം സംബന്ധിച്ച കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് അതുൽ ഗോയൽ കമ്മിറ്റി. അപ്പോൾ എന്ത് ചെയ്യുക? അതുൽ ഗോയൽ കമ്മിറ്റിയുടെ ഒരു പണി ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ കൊടുക്കാവുന്ന മരുന്നുകളൊക്കെ നിയന്ത്രിക്കാൻ പോകാം കേട്ടോ. ഓക്കെ. ദെൻ 2024 ലോക പുസ്തക ദിനം നമുക്കറിയാം ഏപ്രിൽ 23 ആ പുസ്തക ദിനത്തിൻ്റെ പ്രമേയം റീഡ് യുവർ വേ എന്നായിരുന്നു. റീഡ് യുവർ വേ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത് നൈമ ഖാത്തൂനാണ്. നൈമ ഖാത്തൂൻ. ലോറൻസ് പുരസ്കാരം 2024 മികച്ച പുരുഷ താരം നൊവാക് ജോക്കോവിച്ച്, മികച്ച വനിതാ താരം ഐറ്റാന ബോൾമാറ്റി. നൊവാക് ജോക്കോവിച്ച്, ഐറ്റാന ബോൾമാറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ പാലം നിലവിൽ വരുന്നത് പാമ്പൻ പാലം, രാമേശ്വരം. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ പാലം നിലവിൽ വരുന്നത് പാമ്പൻ പാലം, രാമേശ്വരം. ഗവേഷകർ വാഗമൺ മലനിരകളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സസ്യത്തിൻ്റെ പേരാണ് ലിറ്റ്സിയ വാഗമാനിക്ക എന്നാണ് വാഗമൺ മലനിരകളിൽ നിന്ന് കണ്ടെത്തിയ സസ്യത്തിൻ്റെ പേര്. 17 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജ രവിവർമ്മ വരച്ച ചിത്രം ഏതാണ്? മോഹിനി. ദെൻ
ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് എവിടെ? കാസർഗോഡ്. മറന്നു പോകരുത്, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം കാസർഗോഡ്. 2024 ഫോബ്സിന്റെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ വ്യക്തി ബെർണാഡ് അൾമാറ്റാണ്. ബെർണാഡ് അർണാൾഡ്. ഗണിതശാസ്ത്രത്തിലെ നോബൽ എന്നറിയപ്പെടുന്ന ആബേൽ സമ്മാന ജേതാവാണ് മൈക്കിൾ തലെഗ്രാൻഡ്. ആബേൽ സമ്മാന ജേതാവ്. 2024 ഏപ്രിലിൽ GI ടാഗ് ലഭിച്ച ഉത്തർപ്രദേശിൽ നിന്നുള്ള ഗോതമ്പ് ഏതാണ്? ബുന്ദേൽഖണ്ഡ് ഗോതമ്പാണ്. എന്താണ്? ബുന്ദേൽഖണ്ഡ് ഗോതമ്പാണ് GI ടാഗ് ലഭിച്ച ഉത്തർപ്രദേശിൽ നിന്നുള്ള ഗോതമ്പ്. മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് ഇന്ത്യൻ വംശജനാണ് പവൻ ടവലൂരി. മൈക്രോസോഫ്റ്റും ഓപ്പൺ എയും ചേർന്ന് നിർമ്മിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരാണ് സ്റ്റാർ ഗേറ്റ്. (2024) തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച സംവിധാനമാണ് മിത്ത് വേഴ്സസ് റിയാലിറ്റി രജിസ്റ്റർ. എന്താണ്? മിത്ത് വേഴ്സസ് റിയാലിറ്റി രജിസ്റ്റർ. നമ്മൾ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ക്ലാസ്സിൻ്റെ കംപ്ലീറ്റ് PDF നോട്ട് ലഭിക്കുന്നതിനാവശ്യമായ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ കമൻസ് അത് എന്തു തന്നെയായിരുന്നാലും രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി കാണാം. അതുവരേക്കും ബൈ.